എന്തിനാ മതം മാറിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് പേര് മാറ്റി, എന്തായിരുന്നു അതിൻ്റെ റീസൺ? ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് കോമൺ ആയിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. കുറച്ച് യൂട്യൂബിൽ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ലല്ലോ. സോ കോമൺ ആയിട്ട് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനൊക്കെ ആൻസർ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ വീഡിയോയിലോട്ട് കിടക്കല്ലേ. ഫസ്റ്റായിട്ട് എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്, ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എൻ്റെ ഏജാണ്. എനിക്ക് 23 വയസ്സാണ്. ഇപ്പോൾ 23 വയസ്സാണ് എനിക്ക്. അതെന്ന് പറയുന്നത് പിന്നത്തെ ഒരു കോമൺ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻ്റെ വീട് ശരിക്കും എവിടെയാണെന്നുള്ളത്. ആക്ച്വലി ഞാൻ വയനാട്ടുകാരിയാണ്. വയനാട്ടിലാണ് +2 വരെ പഠിച്ചതും വളർന്നതൊക്കെ. +2 വരെ വയനാട്ടിൽ തന്നെയാണ്. അതിന് ശേഷമാണ് ഞാൻ കോഴിക്കോടേക്ക് വരുന്നത്. കോഴിക്കോട് ഡിഗ്രി പഠിക്കാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട് വരുന്നത്. ഞാൻ 2020-23 ബാച്ചിൽ മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്. BA എക്കണോമിക്സ് ആണ് പഠിച്ചത്. ആൻഡ് പിന്നെ വരുന്നൊരു ബേസ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ എന്താ തിരിച്ചു പോകാത്ത, ഇവിടെ തന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ സെറ്റിൽഡ് ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ മാരീഡ് അല്ല. അതിപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമിൽ എനിക്കിപ്പോൾ 1 lakh ഇപ്പോൾ ഫോളോവേഴ്സ് ഉണ്ട്. ഫാമിലിക്ക് അറിയുന്നതാണ്. ഞാൻ മാരീഡ് അല്ല, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുന്നത്? വീട്ടിൽ നിന്നാൽ പോരെ, ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും വേറെ വീട്ടിൽ പോയി നിൽക്കാനുള്ളതല്ലേ, അപ്പോൾ ഉള്ള സമയം വീട്ടുകാരായിട്ട് സ്പെൻഡ് ചെയ്തുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. അതിനുള്ള ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതായത് ഡിഗ്രിക്ക് വേണ്ടിയിട്ടാണ് കോഴിക്കോടേക്ക് വരുന്നത്. ഡിഗ്രി കഴിഞ്ഞ ഒരു 6 months ഞാൻ ഇവിടെ ചെറിയൊരു കോഴ്സ് ചെയ്തിരുന്നു. ആ കോഴ്സ് കഴിയുന്നതിന് മുന്നേ എനിക്കൊരു ജോലി കിട്ടി. ഇവിടെ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ ഒരു കമ്പനിയിൽ ജോലി കിട്ടി. ഞാൻ അതിന് വേണ്ടിയിട്ട് കയറി. ഒരു 6 months അടുത്ത് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ തീരെ എഡ്യൂക്കേഷനിൽ തീരെ എനിക്ക് ബ്രേക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊരു 6 മാസം കണ്ടിന്യൂസ് വർക്കും കൂടി ആയപ്പോൾ ഞാൻ മെൻ്റലി ഭയങ്കര ടയേർഡായിപ്പോയി. എക്സാംസ് കഴിഞ്ഞ് വളരെ ജോലിക്ക് ജോലി ഒരു ഏകദേശം 9 to 5 ജോലിയാണ്. അത് കഴിഞ്ഞ് വന്നാലും ജോലിൻ്റെ വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടാർഗറ്റ്സ് ഉണ്ട്, ഇതിൻ്റെ സെയിൽസിലായിരുന്നു ഉണ്ടായിരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായി, ലിറ്ററലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്. പിന്നെ എനിക്ക് ആ സമയത്ത് അപ്പൻഡിക്സ് അൾസർ വന്നു. അതായത് ഞാൻ ഈ ഡിഗ്രി വന്നപ്പോൾ മുതൽ ഒരു സമയമായപ്പോൾ ഹോസ്റ്റലിൽ സെൽഫ് കുക്കിങ്ങൊക്കെ ഉള്ള ഹോസ്റ്റലിലൊക്കെ ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കില്ല. അതൊക്കെ കൊണ്ട് എനിക്ക് അൾസർ വന്നു. സോ ഞാൻ എന്താക്കി, പ്രോപ്പർ റെസ്റ്റ് എടുക്കുക, ഹെൽത്ത് നോക്കാനുള്ള ഇതിൽ ജോലി വേണ്ടാന്ന് വെച്ചു. ജോലി വേണ്ടാന്ന് വെച്ച് വേറൊരു കാരണം, എനിക്ക് ഒരു ഓൺലൈനായിട്ട് വേറൊരു വർക്കും കൂടെ റെഡി ആയിരുന്നു. പക്ഷേ എനിക്കെന്ത് പറ്റി, എനിക്കത് സെറ്റായില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, അയ്യോ ജോലിയില്ല, എന്താ ചെയ്യുക, എന്താ ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ടാണെന്നൊന്നും അറിയാണ്ട് ഞാൻ കറക്റ്റ് 20 ദിവസം ഞാൻ ജോലി ഇല്ലാണ്ടിരുന്നിട്ട് എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ആ ഒരു സമയത്ത്. കാരണം ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു, ഫോണിൻ്റെ EMI എനിക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു, റൂമിൻ്റെ റെൻറ്റ്, ഇവിടെ ഞാൻ നിൽക്കുന്ന സമയത്തുള്ള റെൻറ്റ് ഉണ്ടായിരുന്നു, അല്ലാണ്ട് എൻ്റെ എക്സ്പെൻസ് ഉണ്ടായിരുന്നു. ഇതൊന്നും എനിക്ക് മീറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല ജോലിയില്ലെങ്കിൽ. വീട്ടിൽ ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും വലിയ സംഭവമില്ല. വേറൊന്നും കൊണ്ടല്ല, എൻ്റെതായ കുറ്റബോധം അല്ലെങ്കിൽ എൻ്റെതായ ഇതൊന്നും എനിക്ക് അങ്ങോട്ട് സെറ്റാവില്ല. എനിക്ക് ചോദിക്കാൻ ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ ചോദിക്കില്ല. ഭയങ്കര ഈഗോ ഇഷ്യൂ ആയിരുന്നു എനിക്കിപ്പോൾ, ഞാൻ ചോദിക്കില്ലായിരുന്നു. സോ അങ്ങനെ 20 ദിവസമായിരുന്നു. പിന്നെയാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അത്യാവശ്യം നല്ല സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്തു. അങ്ങനെയാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ ഞാൻ വ്ളോഗിങ്ങിലോട്ട് കിടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ, ഈ ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം നടന്ന് തിന്നുന്ന പരിപാടിയുണ്ട്. കോഴിക്കോടിൻ്റെ പ്രത്യേകത അറിയില്ല, നമുക്ക് എവിടെ പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഫുഡിൽ. അപ്പം നമ്മൾ ഓരോ ദിവസം ഓരോ സ്ഥലത്ത് പോയി എക്സ്പ്ലോർ ചെയ്യും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ 100K ആണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മ. ഞാൻ വെറുതെ വോയിസ് ഓവർ മാത്രം ഇട്ടൊരു വീഡിയോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു, പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെട്ടു, വോയിസ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജസൊക്കെ വന്നു. എൻ്റെ കൂടെയുള്ള ആൾക്കാർ തന്നെ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്, നീ ചെയ്ത് നോക്ക്, നല്ല രസമുണ്ട്, ചിലപ്പോൾ ക്ലിക്കായാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഓൾറെഡി ചെയ്തിട്ട് എൻ്റെ പഴയ ഒരു വീഡിയോ, കോളേജിൽ പഠിക്കുമ്പോൾ ഡാൻസ് കളിച്ചൊരു വീഡിയോ നീലക്കുയിൽ FS മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസൊക്കെ വെച്ചിട്ട് ഞാൻ എന്നാൽ പിന്നെ തുടങ്ങാമല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കുഞ്ഞു വീഡിയോസ്, ഫുഡിൻ്റെ ഒക്കെ വീഡിയോസ് ഇങ്ങനെ ഇട്ട് തുടങ്ങി. ഞാനൊരു 4 വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ 5-ാമത്തെ വീഡിയോ എനിക്ക് പെയ്ഡായിട്ട് വീഡിയോ വന്ന്, കൊള്ളാലോ പരിപാടി, ജോലി എടുക്കാം, നമുക്കിതും ചെയ്യാം, രണ്ടും കൂടി മാനേജ് ചെയ്യാൻ മന്ത്ലി നല്ലൊരു ഇൻകം മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളതിൽ ആ ഒരു ഇതിലെത്തി. പിന്നെ തിരക്കായി തുടങ്ങി, ജോലി നോക്കണം, വീഡിയോസ് റീച്ചായി തുടങ്ങി, ഒരുപാട് പെയ്ഡ് പ്രൊമോഷൻസ് വരാൻ തുടങ്ങി. ഇത് രണ്ടും കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് നോർമലി വീട്ടിൽ നിന്ന് ചെയ്യുന്ന പോലെയല്ല,
എൻ്റെ കൈൻഡ് ഓഫ് കോണ്ടൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് പുറത്തിറങ്ങണം. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഷോപ്പിൻ്റെ പ്രൊമോഷൻ ആണെങ്കിൽ അവിടെ വരെ പോകണം, സമയമെടുക്കും നമ്മളവിടെ പോയി ഷൂട്ട് ചെയ്ത് തിരിച്ച് വന്ന്. ഇപ്പോൾ ഒരു ഷൂട്ടൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഒരു ട്രാവൽ അടക്കം നമ്മളൊരു രാവിലെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഉച്ച വരെ അത് കാണണം. ഒരു 10 മണിക്ക് തുടങ്ങുന്ന ഒരു 12 1 മണി വരെ നമ്മൾ സമയം കാണണം എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും. സോ അങ്ങനെ തുടങ്ങി ഒരു ദിവസം 4-5 ഷൂട്ട് എടുത്ത് തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ മെല്ലെ ഓഫീസ് വർക്ക് ഒന്ന് പെൻഡിങ് വെച്ച് ലൈക്ക് അതൊന്ന് ഇതാക്കിയിട്ട് ഞാൻ ഇതിലോട്ട് തന്നെ ഫോക്കസ് ചെയ്ത് തുടങ്ങി. ഇതിലോട്ട് ഫോക്കസ് ചെയ്ത് അങ്ങനെ അങ്ങനെ ഇപ്പോൾ അങ്ങനെ ഓരോന്ന് ചെയ്ത് ഫുൾ ടൈം അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്കിപ്പോൾ 100K മേലെ ഫോളോവേഴ്സുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. സോ ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. ഒരു 100K ആകുമ്പോൾ സെലിബ്രേഷൻ നടത്തണമൊക്കെ ഉള്ളിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ. ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ അടുത്തുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലൈക്ക് എൻ്റെ പേര് ആക്ച്വലി ആമീനല്ല. എൻ്റെ പേര് ആമീനല്ല ശരിക്കുള്ള പേര്. എൻ്റെ പേര് വേറെ ഒരു പേരാണ്. അപ്പോൾ ആമീനിലോട്ടേക്ക് വന്നപ്പോൾ എന്നോട് കോമൺ ആയിട്ട് എനിക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മതം മാറിയത് എന്തുകൊണ്ട്, എന്തിനാണ് മതം മാറിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് പേര് മാറ്റി, എന്തായിരുന്നു അതിൻ്റെ റീസൺ, ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടായിരുന്നു. സോ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.